Hello, my dears. Welcome back to our channel. നമ്മുടെ 100 days വീഡിയോ മേക്കിംഗ് ചലഞ്ച് ഫോർ ഇൻകമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹാർട്ട്ഫുൾ അപ്രീസിയേഷൻ. സോ ആദ്യമായാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് നിസീബ, മണി മാനിഫെസ്റ്റേഷൻ കോച്ചാണ്, അതുപോലെ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റും കൂടിയാണ്. സോ ഡേ 5 ആണ് ആദ്യമായി നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതിനു മുൻപുള്ള വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, എല്ലാ വീഡിയോസും കാണുക, ചലഞ്ചുകൾ ചെയ്യുക, അതിനുശേഷം ഈ ഒരു ചലഞ്ചിന്റെ പാർട്ടായിട്ട് മാറുക. ഓക്കെ, സോ ഞാൻ ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യം, ഈ ഒരു ചലഞ്ച് നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങളോട് തന്നെ കമ്മിറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ 100 days കഴിയുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി വീഡിയോ ചെയ്യാനും നിങ്ങളുടെ നോളജോ പ്രോഡക്റ്റോ സർവീസോ വഴി നിങ്ങൾക്ക് ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും അതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കഴിയുന്നതാണ്. സോ എത്ര പേര് ഈ ഒരു ചലഞ്ച് ചെയ്യാനായിട്ട് എക്സൈറ്റഡ് ആണ് എങ്കിൽ ഈ എന്ന് ടൈപ്പ് ചെയ്യുക. താങ്ക് യു. സോ ഈ ഒരു ചലഞ്ച് സീരിയസ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് ഇതിനകത്തുള്ള റിസൾട്ട് കിട്ടുന്നത്. സോ നിങ്ങൾ എത്ര പേര് ഈ ഒരു ചലഞ്ചിനെ സീരിയസ് ആയിട്ട് ചെയ്യാനായിട്ട് റെഡിയാണ് എങ്കിൽ RD എന്ന് ടൈപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സോ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം ഒരു 5 മിനിറ്റ് മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 100 days ചലഞ്ച് കാരണം നിങ്ങൾക്ക് ഒരുപാട് ഷിഫ്റ്റ് വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാനായിട്ട് കഴിയും. ഓക്കെ, സോ നമ്മൾ ഇന്നലെ ഡേ 4 ചെയ്തത് നമുക്ക് എങ്ങനെയാണ് ഒരു മണി ഗോൾ സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്രോസസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ അത് നിങ്ങൾ കണ്ടു, നിങ്ങളിപ്പോൾ മണി ഗോളൊക്കെ സെറ്റ് ചെയ്തെന്നാണ് വിചാരിക്കുന്നത്. സോ മണി ഗോൾ സെറ്റ് ചെയ്തില്ലാത്തുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഡേ 4 ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ചലഞ്ച് കാണുക, എന്നിട്ട് തിരിച്ചു വന്ന് ഡേ 5 നിങ്ങൾ കാണുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്ന് ഗോൾഡ് കാർഡ് ആക്ടിവേഷൻ ആണ് നമ്മുടെ ഡേ 5 ചലഞ്ച് ആയിട്ട് പറയുന്നത്. സോ നമ്മൾ മണി സെറ്റ് ഗോൾ ചെയ്ത് ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് മനസ്സിൽ വരും. നമ്മളെല്ലാം മനുഷ്യരാണല്ലേ, നമുക്ക് സംശയങ്ങൾ വരാൻ വേണ്ടി ഒരു ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മതി. അയ്യോ, എന്നെ കൊണ്ട് സാധിക്കുമോ, ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം സ്ട്രെസ് ആയിട്ട് തോന്നത്തില്ല, ഒക്കെ ഒരു തോട്ട് വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഇത് മാറ്റാനായിട്ടുള്ള ചലഞ്ചാണ് ഇന്ന് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് കറക്റ്റ് ഫുഡ് എന്ത് ചെയ്യാൻ നമ്മൾ ഫോക്കസ് ചെയ്യണത്, നമ്മൾ മണി ഗോളിനെ നമുക്ക് എങ്ങനെ റിയാലിറ്റിയിലോട്ട് മാറ്റാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾ കാണാനും കേൾക്കാനും ആക്ടിവിറ്റി ചെയ്യാനും പോകുന്നത്. ഓക്കെ, എത്ര പേര് എന്താണ് ഒരു പവർഫുൾ ആയിട്ട് ഇതൊരു സെഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ PS എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങൾ എഴുതിയ മണി ഗോൾ എന്താണോ ആ ഗോളിനെ ഇത് നമ്മളൊരു ഗോൾ കാർഡിലോട്ട് മാറ്റാനായിട്ട് പോവാണ്. നമുക്ക് ഈ ഒരു ഗോൾ കാർഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു കാർഡാണ് നമ്മുടെ ഒരു ഗോൾ കാർഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഗോൾ കാർഡ് നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലൊക്കെ നിങ്ങൾക്ക് ഇത് കീപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാൻ ആ ഗോൾ കാർഡ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ. ഓക്കെ, അപ്പൊ ഞാൻ ഗോൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. നമുക്ക് ഗോൾഡ് കാർഡ് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ചെറിയൊരു ഇതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ PVC കാർഡിലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. സോ ഇങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ ഗോൾഡ് കാർഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസിലോട്ട് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഗോൾഡ് കാർഡ് എന്താണെന്ന് മനസ്സിലായി. സോ ഒന്നുകിൽ നിങ്ങൾക്ക് ഇപ്പം ഗോൾഡ് കാർഡ് നമ്മുടെ ക്യാൻവയിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ക്യാൻവയിൽ ചെയ്യാൻ അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള, അല്ലെ സാധാരണ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് എങ്ങനെ ചെയ്യാമെന്നും കൂടി പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഈ ഒരു ഗോൾഡ് കാർഡ് നമ്മുടെ ബാഗിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ നമ്മൾ കാണുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കിത് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് നമ്മുടെ മനസ്സിനകത്തോട്ടൊരു ക്രിയേഷൻ വരുന്നുണ്ടായിരിക്കും. അതൊരു നമ്മുടെ ബിലീഫ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനകത്തൊരു ബിലീഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് ഈ ഒരു കാര്യം പെട്ടെന്ന് എനിക്ക് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നു, ബിലീഫ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഗോൾ കാർഡിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് ഗോളിനൊരു ക്ലാരിറ്റി കൊടുക്കുക. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. ഓക്കെ, അത് നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണം, എത്ര ദിവസത്തിനുള്ളിൽ, എന്തിനാണ് ഈ ഒരു മണി ഗോൾ എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇന്നലെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ C എന്ന് ടൈപ്പ് ചെയ്യാം.
ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ ഗോൾ കാർഡ് ക്രിയേഷൻ. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു തന്നത് ഒരു ഗോൾ കാർഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ക്യാൻവ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗോൾ കാർഡ് ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഷീറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലൈൻസ് ഇട്ടിട്ട് നിങ്ങളുടെ ഹാൻഡ് റിട്ടണിലായിട്ട് നിങ്ങൾക്ക് എഴുതി നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഗോൾ കാർഡ് ക്യാൻവയിൽ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോണിലെ സെർവർ, അതായത് നമ്മുടെ ഫോണിലൊക്കെ നമുക്ക് സ്ക്രീൻ സെർവർ ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് ഇടാനും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കാണാനൊക്കെ അത് സാധിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കത് അങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ PVC കാർഡ് കണക്ക് നിങ്ങൾക്ക് പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പം ഇതാണ് ഗോൾ കാർഡ് ആയിട്ട് പറഞ്ഞത്. അപ്പം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ സ്റ്റെപ്പ് 3 പോകുന്നതിന് മുമ്പ് ഗോൾ കാർഡിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു ഫോട്ടോ ആഡ് ചെയ്തത് നല്ലതായിരിക്കും. കാരണം നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഫോട്ടോസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സബ് കോൺഷ്യസിനെ നമുക്ക് പവർഫുൾ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നാലാമതായിട്ട് വരുന്നത് ഗോൾ കാർഡിന് ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് എഴുതുക. സാറേ, നിങ്ങൾ ബുക്ക് നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിയാം. ഈ ഗോൾ കാർഡ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യം, ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ഓരോ കാര്യവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുകയാണെങ്കിലും നിങ്ങൾ ഗോൾ കാർഡ് ഇപ്പൊ ക്യാൻവയിൽ യൂസ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്, അതോ നിങ്ങൾ പേപ്പറിലാണോ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ടിലോട്ട് സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, എന്നിട്ട് അഞ്ചാമത്തെ സ്റ്റെപ്പ് വീഡിയോ അഫർമേഷൻ റൈറ്റിംഗ് ആണ്. സോ വീഡിയോ അഫർമേഷൻ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഒരു ഡേ 1 ഒരു അഫർമേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഡേ 1 പോവുക. അവിടെ നമുക്കൊരു അഫർമേഷൻ തന്നിട്ടുണ്ട്. ആ അഫർമേഷൻ നിങ്ങളുടെ നോട്ടിലോട്ട് എഴുതുക. പിന്നെ അതുപോലെ നിങ്ങളത് 3 പ്രാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും നോക്കുക. ഓക്കെ, ആ ഒരു വീഡിയോ അഫർമേഷൻസ് നിങ്ങൾ എഴുതുകയും അതുപോലെ തന്നെ അത് പറയുകയും ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് 6 നമ്മൾ വീഡിയോ ഷൂട്ടിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ഷൂട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേ 1 പറഞ്ഞിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. സോ ആ വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക. അതിനുശേഷം നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് നിങ്ങളുടെ സ്റ്റെപ്പ് 4 നിങ്ങൾ ഒരു എന്താണ് നിങ്ങളുടെ ഗോൾ കാർഡിന്റെ ഡീറ്റെയിൽ സ്ക്രിപ്റ്റിംഗ്സ് എഴുതിയിട്ടുണ്ട്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഷൂട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഷൂട്ട് ചെയ്യുക. ഷൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഷൂട്ട് ചെയ്യുക. അത് മാത്രം ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ഷൂട്ട് ചെയ്യുക. ഷൂട്ട് ചെയ്തതിന് ശേഷം ആക്ടിവിറ്റി ഡൺ എന്ന് പറഞ്ഞ് നിങ്ങൾ കമന്റ് ചെയ്യുക. സോ അതിന് ശേഷം നിങ്ങൾ ചെയ്യാനുള്ള സ്റ്റെപ്പ് 7 എന്ന് പറഞ്ഞാൽ ഡെയിലി ഗോൾ കാർഡ് പ്രാക്ടീസ് ചെയ്യുക. അതായത് എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും നമ്മൾ ഫുഡ് കഴിക്കുന്നത് പോലെ ഈ ഒരു ഗോൾ കാർഡ് നമ്മൾ എന്ത് ചെയ്യുക, വായിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഇമോഷൻ ഫീൽ ചെയ്യുക. ഗോൾ കാർഡ് വായിക്കുക, ഇമോഷൻ ഫീൽ ചെയ്യുക. അത് ഓൾറെഡി സംഭവിച്ചതായിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താങ്ക് യു പറയുക. സോ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം നമുക്ക് തുടർച്ചയായ ഒരു അടുത്ത 90 ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ആ മണി ഗോൾ അച്ചീവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അതിൽ മണി ഗോൾ എഴുതുന്ന സമയത്ത് വലിയ എമൗണ്ടോ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കരുത്. കാരണം വെച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിനകത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ മണി ഗോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന് എത്രയാണോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് അത് മാത്രം നിങ്ങൾ എഴുതി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ സ്റ്റെപ്പ് 8 നിങ്ങളുടെ റിഫ്ലക്ഷൻ കമന്റ് ആണ് ചെയ്യാൻ. ഇതെല്ലാം ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അതൊരു ലൈനിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചെയ്യാം. ഓർക്കുക, ഈ ഒരു ഗോൾ പേപ്പറിൽ മാത്രമല്ല, മൈൻഡിൽ ആക്ടിവേറ്റ് ആയാലേ നമ്മുടെ റിയാലിറ്റിയിലേക്ക് വരത്തുള്ളൂ. സോ ഈ ഒരു ആക്ടിവിറ്റി കറക്റ്റ് ആയിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പം ഓക്കെ നിങ്ങൾ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. കണ്ടിന്യൂ വിത്ത് ബിലീഫ്, കണ്ടിന്യൂ വിത്ത് ആക്ഷൻ. അതുപോലെ നമ്മുടെ ഒരിക്കലും നമ്മൾ പെർഫെക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. നമ്മൾ ജസ്റ്റ് ആക്ഷൻസ് മാത്രം എടുക്കുക. നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നെക്സ്റ്റ് നമ്മുടെ വീഡിയോ ചലഞ്ചിങ് ഷൂട്ടിങ്ങിനകത്ത് ഡേ 6 കണ്ടുമുട്ടും. അതുപോലെ ഇതുവരെയുള്ള നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ, അതൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. മോറോവർ നിങ്ങൾക്ക് നമ്മുടെ മണി മാനിഫെസ്റ്റേഷൻ മാസ്റ്ററിയുടെ ഫ്രീ സെഷൻസിലോട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നമ്മൾ എല്ലാ ആഴ്ചയും ചൊവ്വയും വ്യാഴം രാത്രി 8 മണിക്ക് ഫ്രീ സെഷൻസ് നടത്തുന്നുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് ഒരു ക്യാഷ് പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് ആ ഒരു സെഷൻസ് അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മിറക്കിൾസ് ആയിരിക്കും സംഭവിക്കുന്നത്. സോ നമുക്ക് ആ ഒരു ലൈവ് സെഷൻസിൽ അറ്റൻഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിലോട്ട് എത്തുക. സോ താങ്ക് യു. ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുക. നമ്മൾ ആക്ടിവിറ്റി ചെയ്തതിനു ശേഷം ഗ്രൂപ്പിൽ ഇടാണ്ടെന്നും കൂടി മെസ്സേജ് ചെയ്യുക. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടേക്ക് കെയർ. ബൈ ബൈ.